ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ചെന്താമരയെക്കുറിച്ചിട്ടാണ്. ഈ കാണുന്ന താമരയാണ് ചെന്താമര. ഇതിലെ പൂക്കൾ ഉണ്ടാകുന്നതൊക്കെ നല്ല ഹൈറ്റിലാണ്. കുറേ പൂക്കൾ ഉണ്ടാകുമ്പോൾ ചിലതിൽ 1-2 പൂക്കൾ മാത്രം ഹൈറ്റ് കുറഞ്ഞുണ്ടാവും. പിന്നെ ഈ താമര നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം, എന്നാലേ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഞങ്ങളിത് വിത്ത് മുളപ്പിച്ചാണ് ആദ്യം ഉണ്ടാക്കിയത്. 1 വർഷമായപ്പോൾ റീപോർട്ട് ചെയ്തു. അപ്പോൾ അതിൽ നിന്നും ട്യൂബറുകളും റണ്ണറുകളും കിട്ടി. പിന്നെ ഞങ്ങളത് 4-5 ടബുകളിലേക്ക് വെച്ചു. താമരയിൽ സ്റ്റാൻഡിങ് ലീഫ് വന്നാൽ വേഗത്തിൽ മൊട്ടുകൾ ഉണ്ടായി തുടങ്ങും. ഞങ്ങളിവിടെ വയലിലെ മണ്ണിലാണ് താമര വയ്ക്കുന്നത്. വിത്തിൽ നിന്നും താമര ഉണ്ടാവാൻ 4 മാസമാവും. റണ്ണറിൽ നിന്നാവുമ്പോൾ പിന്നെ 2 മാസമേ വേണ്ടി വരുള്ളൂ. റണ്ണറിൽ നിന്നുള്ള പൂക്കൾ നല്ല ഡാർക്ക് കളറാവും. ട്യൂബറിൽ നിന്ന് 1 മാസം ആകുമ്പോഴേക്കും നിറയെ പൂക്കൾ ഉണ്ടായി തുടങ്ങും. ഡിസംബർ ആകുമ്പോഴേക്കും പൂക്കളെല്ലാം കഴിയും. അപ്പോൾ പിന്നെ നമ്മൾ ജനുവരി ഫെബ്രുവരിയൊക്കെ ആയിട്ട് റീപോർട്ട് ചെയ്യണം. റീപോർട്ട് ചെയ്തില്ലെങ്കിൽ കിഴങ്ങുകൾ ചീഞ്ഞു കേടായി പോവും. എല്ലാ വർഷവും റീപോർട്ട് ചെയ്താൽ മാത്രമേ പൂക്കളൊക്കെ നന്നായി വരുള്ളൂ. എല്ലാവരും പറയും NPK വളങ്ങളൊക്കെ മണ്ണിനടിയിൽ വെച്ച് കൊടുക്കാറുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ ചാണകപ്പൊടി പേപ്പറിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ തുണിയിൽ പൊതിഞ്ഞോ മണ്ണിനടിയിൽ വെച്ച് കൊടുക്കാറുണ്ട്. വേറെ ഒന്നും വെച്ച് കൊടുക്കാറില്ല. പക്ഷെ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. ജനുവരി മുതൽ മെയ് വരെ നല്ല വെയിലുണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് നിറയെ പൂക്കളുണ്ടാവും. ഇതിലെ ഇലകളും നല്ല പൊക്കത്തിലാണ് വരുന്നത്. നല്ല ഭംഗിയാണ് ഇലകളും കാണാൻ. ചെന്താമര ആവുകൊണ്ട് നമുക്ക് അമ്പലങ്ങളിലേക്കെല്ലാം കൊണ്ടുപോകാം. പൂജയ്ക്കൊക്കെ എടുക്കുന്ന പൂവല്ലേ. കണ്ടില്ലേ, അതിമനോഹരമായ പൂവാണ്. ഹായ്, എല്ലാവരും എൻ്റെ അമ്മമ്മയുടെ ലോട്ടസ് വീഡിയോ കണ്ടില്ലേ? ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയറും ചെയ്യണേ. ബൈ.